ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു കണക്ക് അവസാനിപ്പിച്ചിട്ടുണ്ടായില്ല. അതിന് നമ്മൾ 2 ഇക്വേഷൻസ് തന്നിരുന്നു. എല്ലാവരും ചെയ്ത് നോക്കിയിട്ടുണ്ടോ? സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പമായിരുന്നു. 2 ഇക്വേഷൻസ് ആണ് നമ്മളിവിടെ തന്നിരിക്കുന്നത്. നോക്കാം. എക്സ് മൈനസ് 3y -8ഉം എക്സ് മൈനസ് 2y 2. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്തു തരാം. എന്ത് ചെയ്യേണ്ടത്? ഇവിടെ 2 കൂടി കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക. ഇവിടെ ഇത് കുറച്ചാലാണ് പോവുക അല്ലെ? അല്ലെങ്കിൽ പോവോ? ഇവിടെ കൂട്ടിയാലും കുറച്ചാലും പോവാൻ 2 ചെയ്യാൻ പറ്റില്ല. കാരണം കൂട്ടിയാൽ ഒരിക്കലും 2 വാല്യൂകളും പോവില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഇത് കുറയ്ക്കണം. കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സിൽ നിന്ന് എക്സ് കുറച്ചാൽ 0 കിട്ടിയില്ലേ? ഇനി -3y നിന്ന് +2 അല്ല -2 കുറയ്ക്കണം. അതൊന്ന് എഴുതി നോക്കാം കേട്ടോ. -3 മൈനസ് -2. അതല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വിപരീത ചിഹ്നം നോക്കി കൂട്ടിയാൽ മതി. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ നിങ്ങളൊന്ന് എഴുതി നോക്കാം. -3ഉം -2 മൈനസ് ചെയ്യാനാണ് കേട്ടോ. -3 നിന്ന് -2 മൈനസ് ചെയ്യുമ്പോൾ എപ്പോഴും നടുക്ക് -1 നമ്മളിതൊന്ന് പ്ലസ് ആക്കുമ്പോ ഇവിടെ പ്ലസ് ആവും ഇല്ലേ? അപ്പോഴത്തെ സൈഡിൽ പ്ലസ് ആക്കണം. അപ്പൊ -3ഉം +2 കൂടി കൂട്ടിയാൽ എത്ര കിട്ടാം? -1 അല്ലെ? ഇനി അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ വെച്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെ എഴുതി നോക്കണമെന്നില്ല. ഇതിനെ പ്ലസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നേരെ ഓപ്പോസിറ്റ് സൈൻ ഇട്ട് കൊടുത്തിട്ട് കൂട്ടിയാൽ മതി. മൈനസ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈൻ ഇട്ട് കൂട്ടിയാൽ മതി. +2 ഇട്ട് കൂട്ടാം. -3 അതിനെയാണ് നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ വരുന്നത്. ഇനി ഇവിടത്തെ സംഖ്യ നോക്കാം. -8 മൈനസ് എല്ലാം മൈനസ് അല്ലേ നമ്മൾ ചെയ്യുന്നത്? മൈനസ് +2 അപ്പൊ ഇത് നമ്മൾ പ്ലസ് ആക്കും. അപ്പൊ ഇത് മൈനസ് ആയി. അപ്പൊ -2ഉം -8ഉം കൂടി കൂട്ടിയാൽ -10. അപ്പോ -1y -10. then y എത്രയാ? -10/-1. ഈ നെഗറ്റീവ് വെട്ടിപ്പോയി. അപ്പൊ എത്ര കിട്ടി? 10. y എന്ന് പറഞ്ഞാൽ നമുക്ക് 10 കിട്ടി. രാമുവിന്റെ ഇപ്പോഴത്തെ പ്രായം എഴുതി വെക്കണം. എന്താ? 10 കിട്ടി. അത് ലാസ്റ്റ് എഴുതിയാൽ മതി കേട്ടോ. y 10 കിട്ടി. ഇനി എക്സ് കാണണം. രഹിമിന്റെ കാണണം ഏതെങ്കിലും ഒരു സമവാക്യത്തിലേക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് എന്താണ്? ഇതിലേക്കും ചെറുത് ഇതാണ്. അപ്പൊ നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാണ്. എക്സ് മൈനസ് 2y 2 ആ ഇക്വേഷൻ എടുത്തെഴുതാം. എന്നിട്ട് അതിലേക്ക് അപ്ലൈ ചെയ്യാം. 10 അപ്ലൈ ചെയ്യാം കേട്ടോ. എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 2 ഇൻറ്റു വൈനോട് വരെ ഇട്ട് കൊടുക്കാം. 10 2 ഇൻറ്റു 10 എത്രയാ? 20. എക്സ് മൈനസ് 20 2 ആണെങ്കിൽ എക്സ് എത്രയാ വരുന്നത്? ഈ -20 അങ്ങോട്ട് പോകുമ്പോ പോസിറ്റീവ് ആവും. അപ്പൊ 2 + 20 22. അപ്പോ എക്സ് 22 കിട്ടി. എക്സ് 22ഉം y നമുക്ക് എത്ര കിട്ടി? 10ഉം കിട്ടി. ഇനി നമ്മൾ പ്രായം എടുത്തെഴുതണം. ചോദ്യത്തിനനുസരിച്ചിട്ട് എഴുതണം കേട്ടോ. ചോദ്യത്തിലെ ലാസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ देयर ഏജസ് നൗ? ഇപ്പോഴത്തെ പ്രായം. 2 പേരുടെയും ഇപ്പോഴത്തെ പ്രായം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റിൽ എക്സും വൈ മാത്രം കണ്ടിട്ട് വെച്ചാൽ പോരാ. നിങ്ങൾ എടുത്തെഴുതണം. രഹിമിന്റെ ഇപ്പോഴത്തെ പ്രായം എക്സ് 22 ആണ്. രാമുവിന്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാ? 10 ആണ്. അപ്പൊ നമ്മുടെ പ്രോബ്ലം അവിടെ അവസാനിച്ചു. പക്ഷെ അത് ശരിയാണോ എന്ന് നോക്കണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ എന്താണ് ആദ്യം പറഞ്ഞിരുന്നത്? നമ്മളെ ഇപ്പൊ 2 വർഷം കഴിയുമ്പോ എക്സ് + 2 അല്ലെ? നമ്മളോട് ഇവിടെ ഒരു ഇക്വേഷൻ തന്നെ നമ്മൾ കണ്ടിരുന്നു. എക്സ് + 2 എന്ന് പറഞ്ഞാൽ അത് ഇതിന് ഈക്വലാണ്. അവന്റെ 2 വർഷം കഴിയുമ്പോ രാമുവിന്റെ വയസ്സിന്റെ എത്ര മടങ്ങാണ് അവിടെ തന്നിരുന്നത്? ആഫ്റ്റർ 2 years it will be double ആണെന്ന് പറയുന്നു. 2 ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഒന്ന് ചെയ്തു നോക്കിയേ. 22 ആണ് എക്സ്. അപ്പൊ 22 + 2 എത്ര കിട്ടി? 24 അല്ലേ? 22 y എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ്. 10 + 2 എത്രയാ? 12. 12നെ ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 24 കിട്ടിയില്ലേ? അപ്പൊ ഇത് 2 ഈക്വൽ ആയില്ലേ? ശരിയായില്ലേ? അപ്പൊ നമ്മുടെ ഉത്തരം ശരിയാണ്. ആ ഉത്തരം ശരിയാണോ നമുക്ക് തന്നെ പ്രൂവ് ചെയ്ത് നോക്കാം. പക്ഷെ ഇത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നമ്മൾ വർക്കിംഗ് കോളത്തിൽ വെറുതെ ചെയ്ത് നോക്കാനാണ്. ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് തന്നെ നോക്കാൻ പറ്റും. ഈ ഇക്വേഷനിലെ പാഠത്തിലെ എല്ലാത്തിനും ഉത്തരം പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്നത്. എപ്പോഴായാലും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നോക്കുക അത് ശരിയാണോ, അവർ പറഞ്ഞിരിക്കുന്നത് വെച്ച് ഏതെങ്കിലും ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് അത് ശരിയാണോ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ
അതിലെ 5th ക്വസ്റ്റ്യൻ കേട്ടോ. ആ സെറ്റിലെ 5th ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം വായിക്കാം, മലയാള മീഡിയത്തിൽ ആദ്യം വായിക്കാം. ഒരു ചതുരത്തിന്റെ നീളം എന്ന് പറഞ്ഞാൽ ഒരു ചതുരത്തിന്റെ നീളം 5 മീറ്റർ കൂട്ടുകയും വീതി 3 മീറ്റർ കുറയ്ക്കുകയും ചെയ്താൽ പരപ്പളവ് 5 ചതുരശ്ര മീറ്റർ കുറയും. അതാണ് ഫസ്റ്റ് ലൈൻ. അതിന്റെ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും. ഇനി ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ചോദ്യം നോക്കാം. ഇഫ് ദ ലെങ്ത് ഓഫ് ദ റെക്ടാംഗിളിന്റെ ലെങ്ത് if the length of the rectangle is increased by 5 meter, ഒരു റെക്ടാംഗിൾ അത് നമ്മൾ എക്സും വൈയും കൊടുക്കുകയാണെങ്കിൽ ലെങ്ത് എത്ര ചെയ്യാൻ പറ്റും? ലെങ്ത്തിന് എക്സും വൈക്ക് വീതിക്ക് വൈയും കൊടുക്കുകയാണെങ്കിൽ ലെങ്ത് ഓഫ് ദ റെക്ടാംഗിൾ ഈസ് ഇൻക്രീസ് ബൈ 5 മീറ്റർ. ചതുരത്തിന്റെ നീളം 5 മീറ്റർ കൂട്ടണം. വീതി എത്ര ചെയ്യണം? ഡിക്രീസ് 3, വൈ കുറയ്ക്കണം. അപ്പൊ ചതുരത്തിന്റെ നീളം എന്ന് പറയുന്നത് എക്സ്, അതിന്റെ കൂടെ എത്ര കൂട്ടാനാണ് പറഞ്ഞേക്കുന്നത്? 5 കൂട്ടുകയും പിന്നെന്താണ് വീതിയുടെ കൂടെ എന്താണ്? വൈ പ്ലസ് അല്ല കേട്ടോ, ഡിക്രീസ് ആണ്, മൈനസ് ആണ് കേട്ടോ. 3 കുറയ്ക്കാനാണ് പറയുന്നത്. വൈയിൽ നിന്ന് 3 കുറയ്ക്കാൻ. അപ്പൊ നീളം 5 കൂട്ടി വീതി 3 കുറച്ചു. അടുത്ത ചതുരത്തിന്റെ കേട്ടോ. അപ്പൊ ഇതൊരു ചതുരം, ഇതൊരു ചതുരം. ഇതിന്റെ എത്രയാണ്? എക്സ് പ്ലസ് 5ഉം ഇത് വൈ മൈനസ് 3. ഇത് എക്സും ഇത് വൈയും ആണ്. അടുത്തൊരു ചതുരം, ഇതിന്റെ കൂടെ 5 കൂട്ടി. ഇവിടെ വൈ വീതിയിൽ നിന്ന് വൈ 3 കുറച്ചു. ഇതാണ്. ഇനി അവരുടെ ആരങ്ങൾ തമ്മിൽ ഏരിയ, ദ ഡിഫറൻസ് ഓഫ് ദ ഏരിയ ആണ്. നീളം അടുത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്നത് കുറയ്ക്കുകയും ചെയ്താൽ പരപ്പളവ് 5 ചതുരശ്ര മീറ്റർ കുറയുമെന്ന്. അതിന്റെ പരപ്പളവ് എത്രയായിരിക്കും? ഏരിയ എത്രയായിരിക്കും? ഇത് എക്സ്, ഇത് വൈ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ എക്സ് ഇൻറ്റു വൈ അല്ലേ ഏരിയ എന്താ വരുന്നത്? ഏരിയ നീളം ഇൻറ്റു വീതി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത്തിന് എക്സും ഇതും കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു വൈ ആണ് കൊടുക്കേണ്ടത്. പക്ഷെ അതിവിടെ പറഞ്ഞിട്ടുണ്ട് ചതുരത്തിന്റെ നീളം 5 മീറ്റർ കൂട്ടുകയും വീതി 3 മീറ്റർ കുറയ്ക്കുകയും ചെയ്താൽ പരപ്പളവ് 5 ചതുരശ്ര മീറ്റർ കുറയുമെന്ന്. അപ്പൊ എക്സ് ഇൻറ്റു വൈ ഇതാണ് ഏരിയ. അതിൽ നിന്ന് 5 കുറയ്ക്കണം. അപ്പൊ കിട്ടി ഫസ്റ്റ് ഇക്വേഷൻ. കിട്ടിയില്ലേ? നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ ആദ്യം ഒന്ന് ശരിയാക്കാം. ഫസ്റ്റ് ലൈനിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടാണ്. എല്ലാവർക്കും മനസ്സിലായി? നീളത്തിന്റെ കൂടെ 5 കൂട്ടി വീതിയുടെ കൂടെ 3 കുറച്ചപ്പോ നീളം ഇൻറ്റു വീതി എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു വൈ ആണ് വരുന്നത്. പക്ഷെ ഇവിടെ എക്സ് ഇൻറ്റു വൈ നിന്ന് 5 കുറഞ്ഞു എന്ന്. അപ്പൊ നമ്മൾ ഇക്വേഷൻ ഒരു ചെറിയ ഇക്വേഷൻ ആക്കണം, നമുക്ക് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ. അപ്പൊ അതിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ ശരിയാക്കണമെങ്കിൽ എക്സ് പ്ലസ് വൈ ഇൻറ്റു വൈ പ്ലസ് വൈ മൈനസ് 3 എന്ന് പറയുമ്പോൾ ഇൻറ്റു ചെയ്യുമ്പോ ആദ്യം എക്സിനെ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യാം. എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, എക്സ് ഇൻറ്റു 3x ആണ്. പക്ഷെ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ആണ്. അപ്പോ നെഗറ്റീവ് 3x കിട്ടിയില്ലേ? അപ്പൊ എക്സിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. ഇനി അടുത്തത് പോസിറ്റീവ് 5നെ 5 ഇൻറ്റു വൈ എത്രയാണ്? 5y. 5 ഇൻറ്റു 3 15 ആണ്. പക്ഷെ ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് 15 ആണ്. എക്സ് വൈ ഇത് ഇറക്കിയിട്ടു മൈനസ്. അപ്പൊ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് തരും. ഇനി എല്ലാത്തിനും നമ്മൾ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാൻ നമ്പേഴ്സിന് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോ ഇവിടെയുള്ള എക്സ് വൈ ഇറക്കിയിട്ടു. ഇവിടെ ഒരു എക്സ് വൈ ഇല്ലേ? ആ എക്സ് വൈ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ മൈനസ് ആയി. പോസിറ്റീവ് ആണ്, അത് ഇവിടേക്ക് വരുമ്പോ മൈനസ് ആയി. ഇനി ഇവിടെയുള്ള 3x ഇറക്കിയിട്ടു. അപ്പൊ അതിന് എക്സ് ഒന്നും കൊണ്ടുവരാനില്ല. ഇവിടെയുള്ള വൈ വേറെ ഒന്നും കൊണ്ടുവരാനില്ല അല്ലെ? ഇനി ഇവിടെയുള്ള നമ്പറിനെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവാം. അപ്പൊ ഇവിടെയുള്ള ഈ എക്സിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ? ഇനി ഇവിടെ 5 ആണുള്ളത്, നെഗറ്റീവ് 5 കൂടി ഉണ്ട്. പക്ഷെ ഇവിടെയുള്ള നെഗറ്റീവ് 15 അങ്ങോട്ട് പോകുമ്പോ പോസിറ്റീവ് 15 ആയി. മനസ്സിലായോ? എല്ലാവരും ഒന്നും കൂടി അത് കാണുക കേട്ടോ. കാരണം ശരിക്ക് എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് നോക്കാം. വാരിയബിൾസ് ചരങ്ങളെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു, നമ്പറിനെ അങ്ങോട്ട് കൊണ്ടുപോയാണ്. അപ്പൊ ഇവിടെ പോസിറ്റീവ് എക്സ് വൈയും നെഗറ്റീവ് എക്സ് വൈയും കൂടി കൂട്ടിയാൽ 0. അപ്പൊ നമുക്ക് ഇക്വേഷൻ കിട്ടി നെഗറ്റീവ് 3x പ്ലസ് 5y ഇസ് ഈക്വൽ ടു, ഇവിടെ നെഗറ്റീവ് 5ഉം പോസിറ്റീവ് 15 കൂടി കൂട്ടിയാൽ നെഗറ്റീവ് 5ഉം പോസിറ്റീവ് 15 കൂടി കൂട്ടിയാൽ 15 5 കുറച്ചു 10 ആണ്. അത് പോസിറ്റീവ് ആണ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. മനസ്സിലായോ എല്ലാവർക്കും? നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ ശരിയാക്കി. ഈ ഫസ്റ്റ് ഇക്വേഷനിൽ പറഞ്ഞിരിക്കുന്നത് അത് നമ്മളൊന്ന് മാറ്റി എഴുതാണ്. കാരണം ഇത് മാറ്റാൻ വേണ്ടിയാണ്. 3x പ്ലസ് 5y ഇസ് ഈക്വൽ ടു 10.
കിട്ടിയല്ലായിരുന്നു. ഫസ്റ്റ് ലൈനിൽ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടിട്ടോ. ഫസ്റ്റ് ലൈനിൽ പറഞ്ഞേക്കുന്നത് ഈ നീളം 5 കൂട്ടി വീതി 3 കുറച്ചപ്പോ കിട്ടേണ്ട ഏരിയ എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ ആ എക്സ് ഇൻറ്റു വൈയേക്കാൾ 5 കുറവാണ്. ഇനി അടുത്ത ലൈൻ വായിച്ചു നോക്കാം. അതിന് നമുക്ക് അടുത്ത ഇക്വേഷൻ കിട്ടണം. 2 ഇക്വേഷൻ കിട്ടിയിട്ട് വേണം നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് കേട്ടോ. അടുത്ത ഇക്വേഷൻ നോക്കാം. അടുത്ത ലൈൻ, if the length is increased by 3 meters and breadth is increased by 2 meters, രണ്ടും കൂട്ടുകയാണ് കേട്ടോ. ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടുകയാണ് ചെയ്യുന്നത്. ലെങ്ത് എത്ര കൂട്ടി? ലെങ്ത് is increased by 3 meters. അലൈൻമെന്റിൽ നോക്കാം. നീളം ഒരു ചതുരത്തിന്റെ നീളം 5 മീറ്റർ കൂട്ടുകയും വീതി 3 മീറ്റർ കുറയ്ക്കുകയും ചെയ്താൽ പരപ്പളവ് 5 ചതുരശ്ര മീറ്റർ കുറയും. അത് ഫസ്റ്റ് വന്നു. സെക്കൻഡ് വരയ്ക്കുന്ന നീളം 3 മീറ്ററും വീതി 2 മീറ്ററും കൂട്ടണം. രണ്ടും കൂട്ടണം കേട്ടോ. അപ്പൊ നീളം എക്സ് ആണ്. അപ്പൊ എക്സിന്റെ കൂടെ നമ്മൾ 3 കൂട്ടി. പിന്നെ പറഞ്ഞിരിക്കുന്നത് വീതിയും 2 മീറ്റർ കൂട്ടണം. അപ്പൊ എക്സ് ഇൻറ്റു വൈ, നീളം ഇൻറ്റു വീതി എന്ന് പറഞ്ഞാൽ ഏരിയ നമുക്ക് എത്ര കിട്ടാം? നമ്മൾ ഏരിയ എക്സ് ഇൻറ്റു വൈ എക്സ് വൈ ആണ് കിട്ടേണ്ടത്. പക്ഷെ അവിടെയും മാറ്റം വരും അല്ലെ. നീളം 3 കൂട്ടി വീതി 2 കൂട്ടുമ്പോ എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ അതെന്തായി? ഇൻക്രീസ് ബൈ 2 മീറ്റർ. ദ ഏരിയ വുഡ് ഇൻക്രീസ് 50 സ്ക്വയർ മീറ്റർ. ഏരിയ പരപ്പളവ് എത്ര കൂടി? 50. ഏരിയ ഇതിന്റെ കൂടിയിരിക്കുന്നത് എത്രയാണ്? 50 കൂടി എന്ന് പറഞ്ഞാൽ പ്ലസ് 50 ആയി. കിട്ടിയോ? ഇനി നമ്മൾ ലാസ്റ്റ് ലൈൻ അതിന് നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാം. ഇതിന് നമ്മൾ ഇതുപോലെ തന്നെ നേരത്തെ എക്സ്പാൻഡ് ചെയ്യുന്ന പോലെ തന്നെ എക്സ് ഇൻറ്റു വൈ എക്സ് വൈ എക്സ് ഇൻറ്റു 2 എക്സ് പ്ലസ് ഇവിടെ എല്ലാം പോസിറ്റീവ് ആണ് കേട്ടോ. അപ്പൊ സുഖമാണ്. 3 ഇൻറ്റു വൈ 3 വൈ പ്ലസ് 3 ഇൻറ്റു 2 6. ആദ്യം ഇതിനെ ഇതുകൊണ്ടും ഇതുകൊണ്ട് ഇൻറ്റു ചെയ്തു. പിന്നെ 3നെ വൈ കൊണ്ട് ഇൻറ്റു ചെയ്തു. 3നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. ഈസിക്കൽ ടു എക്സ് വൈ പ്ലസ് 50 ആണ്. ഇനിയാണ് ഞാൻ പറഞ്ഞത് എല്ലാ വാരിയബിൾസും ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. ഇനി എന്താണ് നോക്കിയേ, ഈ എക്സ് വൈ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമ്മൾ നേരത്തെ ചെയ്തോളം തന്നെ സ്റ്റെപ്പ് എഴുതണോ നിങ്ങള്. അപ്പൊ എക്സ് വൈയും പോയി ഇല്ലേ. ഈ എക്സ് വൈയും പോയി ഇങ്ങോട്ട് മൈനസ് ആയി. അപ്പൊ ബാക്കി വന്നത് എത്രയാണ്? 2x പ്ലസ് 3y ഈസിക്കൽ ടു ഈ 6 അങ്ങോട്ട് പോകുമ്പോ എന്താവും? 50 മൈനസ് 6. 50 മൈനസ് 6 എന്ന് പറയുമ്പോ എത്രയാ? 50ൽ നിന്ന് 6 കുറച്ചാൽ 44 അല്ലേ. 44ന്റെ കൂടെ 6 കൂട്ടിയാൽ നമുക്ക് 50 കിട്ടുന്നത്. അപ്പോ 2x പ്ലസ് 3y അടുത്ത ഇക്വേഷൻ കിട്ടി. 2x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 44 ആണ്. അപ്പൊ 2 ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ആർ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. എക്സും വൈയും എത്രയാണ് എന്ന് നമുക്ക് കിട്ടണം. അതിന് ഇപ്പൊ 2 ഇക്വേഷൻ എല്ലാവരും ചെയ്യാൻ പഠിച്ചു. 2 ഇക്വേഷൻ നമുക്ക് കിട്ടി. എന്താണ് ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത്? 2x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 44 3x പ്ലസ് 5y ഈസ് ഈക്വൽ ടു 10. ഇവിടെ രണ്ടും കൂട്ടിയാലും കുറച്ചാലും പോകില്ല. പോവോ? ഇല്ല. എക്സും എക്സും കൂടി കൂട്ടിയെ കുറയ്ക്ക് എന്ത് ചെയ്താലും പോവില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പറ്റും? അടുത്ത രീതി നമ്മൾ പറഞ്ഞിരുന്നു. ഏതെങ്കിലും ഒന്നിനെ ഇൻറ്റു ചെയ്താൽ ഇവിടെ ശരിയാവോ? അതും ശരിയാവില്ല. ഇവിടെ 4 ആയിരുന്നെങ്കിൽ ഇതിനെ നമുക്ക് 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 2 ഇൻറ്റു 2 4 പക്ഷെ അതും ഇവിടെ പറ്റില്ല. ഇവിടെ ഒരു നിലയ്ക്കും പറ്റില്ല. ഇത് രണ്ടിനെയും ഇൻറ്റു ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സമവാക്യത്തിന് എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? 2 കൊണ്ട് ഇൻറ്റു ചെയ്യാം. രണ്ടാമത്തേനെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യും. സോറി, ഈ 3നെ അങ്ങോട്ടാണ് കേട്ടോ. ഇവിടെ 2 ആണ്. ഈ 2നെ ഇങ്ങോട്ടും ഇവിടെയുള്ള 3നെ ഇങ്ങോട്ടും എന്ത് ചെയ്യാം. ഇനി ഒന്ന് ഇൻറ്റു ചെയ്ത് നോക്കിയേ. ഈ ഫുള്ള് കേട്ടോ. ഇതിനെ ഫുൾ, ഈ സമവാക്യത്തിനെ ഫുൾ 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 2 ഇൻറ്റു 3 എത്രയാ? 6x അല്ലേ. 3 ഇൻറ്റു 3 9y ഈസിക്കൽ ടു 44നും അതുപോലെ തന്നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. എത്ര കിട്ടാം? 4 3 12 ബാക്കി 1 12 13 132 ശരിയാ, 132. ഇനി അടുത്തത് ഈ ഇക്വേഷനെ ഫുള്ള് 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ ഇവിടെ 3 ഇൻറ്റു 2 എത്രയാ? 6x ആണ്. പക്ഷെ ഇത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് 2 പ്ലസ് 5 ഇൻറ്റു 2 10y ഈസിക്കൽ ടു 10 ഇൻറ്റു 2 എത്രയാ? 20 ആണ്. കിട്ടിയില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഇക്വേഷനെ കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക. ഇവിടെ കൂട്ടുന്നതാണ് എളുപ്പം. കാരണം പോസിറ്റീവ് ആറും നെഗറ്റീവ് ആറും കൂടി കൂട്ടിയാൽ 0 ആയി.
അല്ലേ? അപ്പൊ പോസിറ്റീവ് ആർ എക്സും നെഗറ്റീവ് ആർ എക്സും കൂടി കൂട്ടുക, പ്ലസ് ആണ് ചെയ്യുന്നത് കേട്ടോ. പ്ലസ് 10 പ്ലസ് 9 എത്ര കിട്ടി? 19y ഈസിക്കൽ ടു 132 പ്ലസ് 20 152. Then y ഈസിക്കൽ ടു എത്രയാ? 152/19. 152നെ 19 കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഇനി നമുക്ക് അടുത്തത് കാണേണ്ടത് എന്താണ്? y ആണ്. നമുക്ക് y കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് x കണ്ടുപിടിക്കണം, അല്ലെ? ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് what are the ലെങ്ത്തും നമുക്ക് ബ്രെഡ്ത്തും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തേക്ക് നമുക്ക് ഇക്വേഷനിലേക്ക് ചേർക്കാം. ഇതൊന്നിലേക്ക് വെട്ടി കുറച്ച് ചെറുതാക്കാം കേട്ടോ. 19നെ നമുക്ക് വെട്ടി കുറച്ചിടെ പകുതിയാക്കി കൂടെ. 19 എത്രയാണ്? 19 കൊണ്ട് ഇൻറ്റു ചെയ്ത് നോക്കാം. 18. 9ന്റെ ടേബിൾ ഒന്ന് ചെല്ലി നോക്കിയാൽ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ ഹരിച്ചു നോക്കുക. 9ന്റെ ടേബിൾ 9 ഇൻറ്റു എത്ര 2 വരുന്നത് എപ്പോഴാ? 152 ആണ് വരുന്നത്. 8 9ന്റെ ടേബിൾ 8 കൊണ്ട് ഇൻറ്റു ചെയ്താൽ കിട്ടും, അല്ലെ? അപ്പൊ 19 ഇൻറ്റു 8 ചെയ്താൽ നമുക്ക് 182. അപ്പൊ ഇവിടെ 8 കിട്ടി. അപ്പൊ y എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 8. ഒന്നിലേക്ക് ഡിവിഷൻ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ടേബിൾ ചെല്ലി നോക്കിയാൽ മതി കേട്ടോ. 9ന്റെ ഏത് ടേബിൾ ചെല്ലിയാലാണ് 2 അവസാനം വരുന്നത്? 9 ഇൻറ്റു 8 അല്ലെ? 8 അല്ലേ വരുന്നത്? അപ്പൊ 9 ഇൻറ്റു 8 ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം 150 അല്ല 19 ഇൻറ്റു 8 നമുക്കറിയാം 152 ആണ്. ഇനി നമ്മൾ y കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എക്സിലേക്ക് ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ ഏറ്റവും ചെറുതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഏറ്റവും ചെറുത് നമുക്ക് ഇതാണ്, ഇതിൽ നമുക്ക് എളുപ്പം. അല്ലെങ്കിൽ ഇവിടെ ഉണ്ട് -3x പ്ലസ് 5y. ഇവിടെ -3x പ്ലസ് 5y ഈക്വൽ ടു 10. അതില് -3x ഈക്വൽ ടു 5 ഇൻറ്റു എത്ര കിട്ടി? 8 ആണ്, അല്ലെ? 8 ഇൻറ്റു 5 എത്രയോ? 40 ആണ്. -3x പ്ലസ് 40 ആണ് 10. അപ്പൊ നമ്മൾ ഈ 40നെ അങ്ങോട്ട് കൊണ്ടുപോകണം. 40 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ -3x ഈക്വൽ ടു 40 അങ്ങോട്ട് പോയാൽ നെഗറ്റീവ് ആയിട്ടോ. 10 മൈനസ് 40 എന്ന് പറഞ്ഞാൽ -30 ആണ്. കിട്ടിയോ? അപ്പൊ x ഈക്വൽ ടു എത്രയോ? നോക്കാം. -3x എന്ന് പറഞ്ഞാൽ ഇപ്പൊ 30, -30 കിട്ടി. -3x എന്ന് പറഞ്ഞാൽ ഇവിടെ നിർത്തി എഴുതുന്നാട്ടെ, ഞാൻ ഒന്ന് ഇങ്ങട് -30 ഇവിടെ എഴുതി നിർത്തിയത് ഒന്ന് ഇവിടേക്ക് എഴുതാണ്. -3x എന്ന് പറഞ്ഞാൽ -30 ആണെങ്കിൽ x ഈക്വൽ ടു എത്രയാ? -30/-3. നെഗറ്റീവ് വെട്ടിപ്പോയി, 3 കൂടി വെട്ടിപ്പോയി. അപ്പൊ ബാക്കി എത്രയാ? 10. അപ്പൊ x എന്ന് പറഞ്ഞാൽ 10ഉം y എന്ന് പറഞ്ഞാൽ 8ഉം. കിട്ടിയില്ലേ? നമുക്ക് x എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര കിട്ടി? 10 ആണ്. y എന്ന് പറഞ്ഞാൽ അത് രണ്ടും എടുത്ത് എഴുതാം. അപ്പൊ എക്സും y എന്ന് എഴുതിയാൽ പോരാ, നമ്മൾ നീളത്തിനാണ് x കൊടുത്തത്. അതുകൊണ്ട് നിങ്ങൾ എഴുതണം ചതുരത്തിന്റെ നീളം ഈക്വൽ ടു 10, ചതുരത്തിന്റെ വീതി എന്ന് പറഞ്ഞാൽ 8 ആണ്. മനസ്സിലായില്ലേ എല്ലാവർക്കും? 2 ലൈനിൽ നിന്ന് നമ്മൾ 2 ഇക്വേഷൻ എഴുതിണ്ടാക്കണം. ആ ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ കൊണ്ടുവന്നു. അടുത്ത ചോദ്യമാണ്, അടുത്ത പ്രോബ്ലം നമുക്ക് ചെയ്ത് അടുത്ത ടോപ്പിക് എഴുതിയേക്കാം. സം അതർ ഇക്വേഷൻ, മറ്റു ചില സമവാക്യങ്ങൾ വെച്ച്. അത് വെച്ചിട്ടുള്ള കണക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുത്തു തരാം. ഓക്കെ.